ഈ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ചർച്ച അതെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇന്ന് തന്നെ ആ ഒരു ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യത എത്രത്തോളമുണ്ട്? തീർച്ചയായിട്ടും ഇന്ന് തന്നെ സമവായത്തിലെത്താനാണ് സാധ്യത. അവര് ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഈ മൂന്ന് നേതാക്കളെയും പിന്നെ KPCC പ്രസിഡന്റിനെയും കാണുന്ന സമയം തീരുമാനിച്ചിട്ടില്ല. അത് ഖാർഗെയുടെ വസതിയിലായിരിക്കാനാണ് കൂടുതൽ സാധ്യത. എന്തായാലും ചില മാധ്യമങ്ങളൊക്കെ ഇന്ന് രാവിലെ കാണുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും അവര് കോൺഗ്രസ്സുകാർ സ്ഥിരീകരിച്ച കാര്യങ്ങളായിരുന്നില്ല. അത് എപ്പോൾ വേണേലും ഇന്ന് ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 3-4 നേതാക്കൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ശ്രീ VD സതീശനും ശ്രീ KPCC പ്രസിഡന്റും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം മുതൽ തന്നെ ഒരു ഡെമോക്രസിയിൽ നമ്പറിനാണ് പ്രധാനം. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാൽ തന്നെ KC വേണുഗോപാൽ പിൻവാങ്ങുന്നില്ലെങ്കിൽ KC വേണുഗോപാൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത. പിന്നെ തെരുവിൽ പ്രകടനം നടത്തി ഒരു സീറ്റ് പിടിച്ചെടുക്കാം എന്നും അല്ലെ മുസ്ലിം ലീഗ് പോലുള്ള ഘടകകക്ഷിയെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി ഒരു കോൺഗ്രസിന്റെ നേതാവിനെ തീരുമാനിക്കാമെന്നൊക്കെയുള്ള രീതികളെ ഒരു തരത്തിലും ഹൈക്കമാൻഡ് അംഗീകരിക്കാൻ കഴിയില്ല. അതേസമയം 3 പേരും വളരെ മിടുക്കരായ നേതാക്കളാണെന്നും അവരെ 3 പേരെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും പോകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇതിൽ ഒരാൾ മന്ത്രിസഭയിൽ വരാൻ സാധ്യതയുണ്ട്. ഏതായാലും ധനകാര്യ വകുപ്പ് കിട്ടും. ആഭ്യന്തരം മുഖ്യമന്ത്രി തന്നെ എടുക്കാനാണ് സാധ്യത. അപ്പോ ഇത് തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും 3 പേരുമായി എന്നാണ് കൂടുതൽ സാധ്യത. ഇന്ന് രാത്രിയോ അല്ല ഇന്ന് വൈകിട്ടോ അല്ല നാളെയോ തീരുമാനം എന്തായാലും പ്രഖ്യാപിക്കുക. അടുത്ത ആഴ്ച പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. ഇത് കോൺഗ്രസിൽ കാരണം വളരെ പ്രബലരായ, വളരെ മിടുക്കരായ, വളരെ അർഹരായ 3 നേതാക്കൾ വരുമ്പോൾ അതൊരു കോൺഗ്രസ് പോലുള്ള ജനാധിപത്യ പാർട്ടിയിൽ ഇത്തരം തർക്കങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ ആ തർക്കം ഒരു ഒന്നിച്ച് അവസാനിക്കും. നമുക്കറിയാം K. സുധാകരൻ എനിക്ക് നിയമസഭയിൽ മത്സരിക്കാൻ പറ്റില്ല, എനിക്കുള്ള ഒരുമാതിരി തെരുവിൽ പ്രകടനങ്ങൾ നടന്നു. വലിയ പുള്ളി പാർട്ടി വിട്ടേക്കുന്ന് വരെ അഭ്യൂഹങ്ങൾ പറഞ്ഞു. പുള്ളി തന്നെ നേരിട്ട് പല അനിഷ്ടങ്ങളും പ്രകടിപ്പിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. പുള്ളി പാർട്ടിയിൽ ലൈന് കീഴടങ്ങി. ശ്രീ ശശി തരൂര് ഏതാണ്ട് 1 വർഷത്തോളം പാർട്ടിയുടെ പല നിലപാടുകൾക്കെതിരെയും രംഗത്ത് വന്നു. ഇപ്പൊ ശശി തരൂർ പൂർണ്ണമായും പാർട്ടി ലൈനിലേക്ക് വഴങ്ങി. ശ്രീ സച്ചിൻ പൈലറ്റ് കഴിഞ്ഞ തവണ രാജസ്ഥാനിൽ പുള്ളിക്ക് നേതൃസ്ഥാനം കിട്ടണമെന്ന് 50,000-ഓളം പേരെ ജയ്പൂർ നഗരം സംരക്ഷിച്ചതാണ്. തെരുവിൽ പ്രകടനം നടത്തിയ ആൾക്കാരാണ്. അതുകൊണ്ടൊന്നും ഒരു മാറ്റം ഉണ്ടായില്ല. അതുകൊണ്ട് ഈ പാർട്ടിയിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരം തീരുമാനങ്ങൾ BJPയിലാണ് മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്ന ആരാണെന്ന് പോലും അറിയത്തില്ല. കാരണം ഏറ്റവും മധ്യപ്രദേശിലും വളരെ ജനസമ്മതി ഉണ്ടായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാനെ അവിടുന്ന് മാറ്റി പുതിയ ഒരാളെ അങ്ങ് വെക്കുകയായത്. അല്ലെങ്കിൽ ഹരിയാനയിലെ മനോഹർലാൽ ഖട്ടാർ അവിടെ 2 തവണ മുഖ്യമന്ത്രിയായി അവിടെ ഒരു സൽപ്പേരുണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തെ മാറ്റുകയാണ്. അപ്പൊ ജനപിന്തുണ മാത്രമല്ല ഒരു ഘടകം. പിന്നെ മറ്റു സ്ഥലങ്ങളിൽ ഏതാണ് മുഖ്യമന്ത്രി എന്ന് പലർക്കും അറിയിച്ചു പോലില്ല. കാരണം ജനപിന്തുണ മാത്രം അതൊരു ഘടകമാകാം. പക്ഷെ MLA-മാരുടെ പിന്തുണയും പാർട്ടി ഹൈക്കമാൻഡിന്റെ മുന്നിൽ ഓരോ പാർട്ടിയുടെയും നേതൃത്വത്തിന്റെ മുന്നിൽ അവർക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഈ തെരഞ്ഞെടുപ്പ് വിജയം അടക്കമുള്ള കാര്യങ്ങളിലും പാർട്ടിക്ക് നടത്തിയിരിക്കുന്ന സംഭാവനകളിലും ഏറ്റവും കൂടുതൽ. പിന്നെ ലോയൽറ്റിയിലൊന്നും ആർക്കും സംശയമില്ല 3 പേരെ കുറിച്ച്. അതുകൊണ്ട് ഈ 3 പേർക്കും അർഹതയുള്ളപ്പോൾ അതിൽ ഏറ്റവും ഒരു സാധ്യത ഞാൻ കാണുന്നത് ശ്രീ KC വേണുഗോപാലിന് തന്നെയാണ്. അത് നേരത്തെ മുതലതാണ് നിലപാട്. ഇപ്പോഴും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.